ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏതൊരു മനുഷ്യനും ഈ ലോകത്തിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നല്ല ഒരു മനസ്സിൻ്റെ ഉടമയായിരിക്കും. നല്ല ഒരു മനസ്സ് നമുക്കുണ്ടാവണമെങ്കിൽ നല്ല ചിന്തയും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ സന്തോഷവാനായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഒരു കവി പറയുന്നു, സർവസന്തോഷവും സത്കർമ്മകാരകം, സർവസന്താപവും ദുഷ്കർമ്മകാരകം. സത്കർമ്മനിരതരായി തീരുകിൽ മാനവർ, സന്താപമൊന്നുമേ തീണ്ടുകില്ലാർക്കുമേ. സന്താപം നമുക്ക് അല്ലെങ്കിൽ ദുഃഖം നമുക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? സത്കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്താണ് സത്കർമ്മം? സത്തായിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് നമ്മെ നയിക്കുന്നതെന്തോ അതാണ് സത്കർമ്മം. അതെന്താണ്? തനിക്കും മറ്റുള്ളവർക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മം നമ്മെ സത്തിലേക്ക് നയിക്കും. സത്തായിരിക്കുന്ന പരമാത്മാവിലേക്ക് നയിക്കാൻ ഉതകുന്നതാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന വിധത്തിൽ, മറ്റുള്ളവർക്ക് സന്തോഷം തരുന്ന വിധത്തിലുള്ള നമ്മുടെ സമീപനം. ആരെയും ദുഃഖിപ്പിക്കാതിരിക്കുക. നമ്മുടെ വാക്കുകൊണ്ടോ വിചാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളും ദുഃഖിക്കാനിട വരാതിരുന്നാൽ നമ്മളിലേക്ക് സന്തോഷത്തിൻ്റെ നീരുറവ ഒഴുകിയെത്തും. അതാണ് സർവസന്തോഷവും സത്കർമ്മകാരകം, സർവസന്താപവും ദുഷ്കർമ്മകാരകം. എല്ലാ സന്താപത്തിനും കാരണമായിരിക്കുന്നത് ദുഷ്കർമ്മമാണ്. ദുഷ്പ്രവർത്തികൾ ആര് ചെയ്യുന്നുവോ അവർക്കെന്നും സന്താപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അകാരണമായി സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ഒരു മനുഷ്യ മനസ്സിൽ ഉദയം ചെയ്യണമെങ്കിൽ അയാൾ നന്മകൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്കിവിടെ എന്നും എപ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നാം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സത്കർമ്മ നിരതരായിക്കൊണ്ടേയിരിക്കൂ. അങ്ങനെ നമ്മുടെ മനസ്സ് ശുദ്ധമായി തീരുമ്പോൾ ശുദ്ധമായ മനസ്സിൽ അറിയേണ്ടതെന്തോ അത് തെളിഞ്ഞു വരും. മനസ്സിൻ്റെ ചാഞ്ചല്യത്തിന് കാരണം മനസ്സിലെ അഴുക്ക് ചിന്തകളാണ്. ദേഷ്യം, പക, അസൂയ, പ്രതികാരം ഇതൊക്കെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്നതാണ്, ദുർബലപ്പെടുത്തുന്നതുമാണ്. അങ്ങനെ ദുർബലമായ ഒരു മനസ്സിൽ നിന്നും നാം ബലവത്തായ ഒരു മനസ്സിലേക്ക് എത്തണമെങ്കിൽ ആ മനസ്സിനെ സത്കർമ്മ നിരതരായിരിക്കണം. സത്തിലേക്ക് നയിക്കുന്ന കർമ്മമാണ് സത്കർമ്മം. അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും നഷ്ടപ്പെടുമ്പോൾ നമുക്കവ വീണ്ടെടുക്കാൻ സത്കർമ്മം ചെയ്യൂ എന്നാണ് ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. ഭാഗവതത്തിൻ്റെ മഹാത്മ്യം പറയുന്നത് സത്കർമ്മനിരതരാകൂ. എന്താണ് സത്കർമ്മം? നിരന്തരം ഭഗവത് കഥകൾ ശ്രവിക്കൂ, നല്ല ചിന്തകളെ വളർത്തിയെടുക്കൂ എന്നാണ്. ഈശ്വര കഥകൾ കേട്ടും പറഞ്ഞും ചിന്തിച്ചും ഈ ലോകത്തിലെ സർവ്വദുഃഖങ്ങളെയും മറന്ന് സർവർക്കും ആനന്ദപ്രദമാവുന്ന ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നാം നമ്മെ തന്നെ സന്തോഷിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കും സന്തോഷത്തിന് കാരണമായി ഭവിക്കുന്നതാണ്. സർവസന്തോഷവും സത്കർമ്മകാരകം, സർവസന്താപവും ദുഷ്കർമ്മകാരകം. സത്കർമ്മനിരതരായി തീരുകിൽ മാനവർ, സന്താപമൊന്നുമേ ഇല്ലാതെ വാണിടാം.